പിടിയിലായിരിക്കുന്ന ചാലക്കുടി സ്വദേശി ആശാരിക്കാട് സ്വദേശിയായിട്ടുള്ള റിജോയാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ പേരുവിവരങ്ങളടക്കം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ആദ്യമായി പേരുവിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. ചാലക്കുടി സ്വദേശി ചാലക്കുടി ആശാരിക്കാട് സ്വദേശിയായിട്ടുള്ള റിജോയാണ് പിടിയിലായിരിക്കുന്നത്. തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രതി ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ 10 ലക്ഷം രൂപ കണ്ടെടുത്തിരിക്കുന്നു. ഒരു സുപ്രധാന മൊഴി കൂടി പുറത്തേക്ക് വരുന്നു. കടം വീട്ടാനാണ് കൊള്ളയടിച്ചത് എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. പ്രതിയെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരം നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആശാരിപ്പടി സ്വദേശിയായിട്ടുള്ള റിജോയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതായത് കൃത്യമായി ചാലക്കുടിക്കാരനാണ്. ഇന്നലെ മുതൽ പോലീസ് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ പ്രതിയെ സംബന്ധിച്ച്, അതായത് പ്രതിക്ക് കൃത്യമായ ധാരണയുണ്ട്, മുൻധാരണയുണ്ട്. ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ പരിചയമുണ്ട്. ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഒരാളായിരിക്കും ഇതെന്ന പോലീസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആ പോലീസിന്റെ നിഗമനം സ്ഥിരീകരിക്കപ്പെടുന്നു. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഒരു വാസ്തവം. ഇന്ന് നമ്മുടെ വിഷ്വൽ ഫയൽസ് നോക്കിയാൽ കാണാം, പേരാമ്പ്രയിൽ ഇന്ന് പോലീസ് തിരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുത്തു. പക്ഷേ ആ സ്ഥലം ഇന്ന സ്ഥലമാണ് എന്ന പേര് മാത്രം നമ്മൾ ബോധപൂർവം ഇന്ന് ഒഴിവാക്കി. കാശ്മീർ അതേ സ്ഥലത്തു നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് എന്താണോ ആശാരിക്കാട് സ്വദേശി റിജോയ് ആണ്. ചാലക്കുടി സ്വദേശി തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. ആശാരിക്കാട് സ്വദേശി റിജോയ് ആണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. മോഷണം കടം വീട്ടാനാണെന്നാണ് പ്രതി പറയുന്നത്. 47 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രമാണ് ഇയാൾ എടുത്തത്. അതിൽ 10 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ആ മോഷണം കടം വീട്ടാനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. കഴിഞ്ഞ 36 മണിക്കൂറായി പോലീസിനെ വട്ടം കറക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഈ ആശാരിക്കാട് സ്വദേശി റിജോയ് അവിടെ ബാങ്കിൽ നിന്ന് വളരെ സുഗമമായി ഇയാൾക്ക് ഏത് രീതിയിലാണ് മോഷണം നടത്താൻ കഴിഞ്ഞതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയാണ് ഇപ്പോൾ അതിൽ വ്യക്തത വരേണ്ടത്. കാര്യം വളരെ ഈസി 3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ സാധ്യമാക്കിയാൽ പുറത്തേക്ക് പോയി 10 ലക്ഷം രൂപ കണ്ടെടുക്കാൻ കഴിഞ്ഞു. നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കവർച്ച ചെയ്ത 15 ലക്ഷത്തിൽ 10 ലക്ഷം കണ്ടെടുത്തു അല്ലേ? ഹാഷ്മി, തീർച്ചയായും ഈ കവർച്ച നടത്തിയ തുകയിൽ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ കണ്ടെടുത്തത്. 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഇയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിജോയുടെ ആശാരിപ്പാറയിലെ വീട്ടിലേക്ക് എത്തുന്നു. ആശാരിപ്പാറയിലെ ആശാരിക്കാട് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പ്രതി കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നത് തന്റെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ പണം ഇവിടെ നിന്ന് മോഷ്ടിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്.